ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശരീര സൗന്ദര്യത്തിൻ്റെ പേരിൽ ഇത്രയേറെ അപമാനിക്കപ്പെട്ട മറ്റൊരു സ്ത്രീ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉണ്ടോ എന്ന് സംശയമാണ്. പറഞ്ഞു വരുന്നത് ലേയയെക്കുറിച്ചാണ്. വാർദ്ധക്യത്തിൽ കാഴ്ച നഷ്ടമായ അപ്പനെ ചതിച്ച് ജ്യേഷ്ഠാവകാശം സ്വന്തമാക്കി നാടുവിട്ട യാക്കോബിനെ അവന്റെ അമ്മാവനായ ലാബാൻ അതിനേക്കാൾ വലിയ ചതിയിൽപ്പെടുത്തി. ലാബാന്റെ സുന്ദരിയായ മകൾ റാഹേലിൽ ആകൃഷ്ടയായ യാക്കോബ് അവളെ സ്വന്തമാക്കുവാൻ 7 വർഷക്കാലം ലാബാന്റെ ഭവനത്തിൽ വേല ചെയ്തു. എന്നാൽ 7 വർഷം കഴിഞ്ഞപ്പോൾ റാഹേലിന് വിവാഹം കഴിച്ചു കൊടുക്കുന്നതിന് പകരം മണിയറയിലേക്ക് കയറ്റിവിട്ടത് ലേയയാണ്. ലേയയുടെ കണ്ണുകൾക്ക് ശോഭ കുറവായിരുന്നു. എന്നാൽ റാഹേൽ അതിസുന്ദരിയും. ഇരുട്ടിന്റെ മറവിൽ ചതിയിൽപ്പെട്ടത് യാക്കോബ് അറിഞ്ഞത് പ്രഭാതത്തിൽ മാത്രം. യാക്കോബ് റാഹേലിനെ സ്വന്തമാക്കുവാൻ വീണ്ടും 7 വർഷം കാത്തിരുന്നു. 7 വർഷത്തിന് ശേഷം റാഹേലിന് വിവാഹം കഴിച്ചു. യാക്കോബും റാഹേലും സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ ഒഴിഞ്ഞ കോണിലിരുന്ന് കരച്ചിലിന്റെ ചീളുകൾ പുറത്തേക്ക് വരാതിരിക്കാനായി വസ്ത്രാഗ്രം അമർത്തിക്കടിച്ച് ഏകാന്തതയുടെ ആഴത്തിൽ മുങ്ങി നിരാശാഭരിതമായ മനസ്സോടെ യാക്കോബിന്റെ ഒരു നോട്ടത്തിനായി കേണ് ഈ നരകത്തിലേക്ക് തന്നെ വലിച്ചഴച്ച ലാബാനെ അതിക്രൂരമായി ശപിച്ച് ലേയ അവളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷേ അവൾ ദൈവത്തിൽ ആശ്രയം വെച്ചാണ് മുന്നോട്ട് പോകുന്നത്. അതിനാൽ റാഹേലിന് ലഭിക്കാത്ത അനുഗ്രഹം ലേയയ്ക്ക് ലഭിക്കുന്നു. ജീവിതകാലത്ത് അകറ്റി നിർത്തിയ ഭർത്താവിന്റെ കുഴിമാടത്തിൽ തന്നെ, പിതാക്കന്മാരുടെ കല്ലറകളിൽ തന്നെ അന്ത്യവിശ്രമം നേടുവാൻ ലേയയ്ക്കേ സാധിച്ചുള്ളൂ. റാഹേലിന് വഴിയരികിലാണ് കുഴിമാടം ഒരുങ്ങിയത്. സംഭവങ്ങളെല്ലാം അനേക നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടന്നതാണെങ്കിലും ഇന്നും ചരിത്രം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ചതിക്കപ്പെടുന്നവരുടെയും ശരീര സൗന്ദര്യത്തിന്റെ പേരിൽ അവഗണിക്കപ്പെടുന്നവരുടെയും എണ്ണം ഒട്ടും കുറവല്ല. യാക്കോബിന്റെയും റാഹേലിന്റെയും ഒക്കെ ജീവിതം പഠിപ്പിക്കുന്ന ഒന്നുണ്ട്. ജീവിതം എന്ന് പറയുന്നത് ഒരു ഓടുന്ന ചക്രമാണ്. ചതിച്ചതും പരിഹസിച്ചതുമെല്ലാം ഒരു നാൾ തിരികെ വരും. ചതിച്ചവരും അപമാനിച്ചവരുമൊക്കെ ഒരിക്കൽ അപമാനിക്കപ്പെടുമെന്ന് മറക്കരുത്. അന്നാണ് ഈ അപമാനിക്കപ്പെടുന്നതിൻ്റെയും പരിഹസിക്കപ്പെടുന്നതിൻ്റെയും ഒക്കെ വേദന മനസ്സിലാവുകയുള്ളൂ. പക്ഷേ ലേയയുടെ ജീവിതം വളരെ വ്യക്തമായി പറഞ്ഞു പഠിപ്പിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് അനുഗ്രഹം ലഭിക്കും. ശാപത്തിൻ്റെയും അവഗണനയുടെയും നടുക്കയത്തിൽ ജീവിതം തുടങ്ങിയവളാണ് ലേയ. പക്ഷേ ദൈവത്തിൽ ആശ്രയിച്ച അവളുടെ ജീവിതം ഒടുങ്ങിയത് വിജയത്തിലും ആത്മശാന്തിയിലുമായിരുന്നു. പരിഹാസവും അവഗണനയും ചതിയും ദൈവമക്കൾക്കുള്ളതല്ല എന്ന ബോധ്യത്തിൽ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ ഏവർക്കും ഇടയാകട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രയാസങ്ങളിൽ മനം നീറിടുമ്പോൾ നാഥ നീ കൂടെയുണ്ടാകണേ. പ്രയാസങ്ങളിൽ മനം നീറിടുമ്പോൾ നാഥ നീ കൂടെയുണ്ടാകണേ. പ്രാണപ്രിയ എൻ്റെ യേശുനാഥ, എന്നെന്നും നീ എൻ്റെ തണലാകണേ. പ്രാണപ്രിയ എൻ്റെ യേശുനാഥ, എന്നെന്നും നീ എൻ്റെ തണലാകണേ. പ്രതിസന്ധികളിൽ ഞാൻ തളർന്നിടുമ്പോൾ നാഥ നീ കൂടെയുണ്ടാകണേ. പ്രതിബന്ധങ്ങൾ എന്നെ തളച്ചിടുമ്പോൾ നാഥ നീ കൂടെയുണ്ടാകണേ. പ്രതിസന്ധികളിൽ ഞാൻ തളർന്നിടുമ്പോൾ നാഥ നീ കൂടെയുണ്ടാകണേ. പ്രതിബന്ധങ്ങൾ എന്നെ തളച്ചിടുമ്പോൾ നാഥ നീ കൂടെയുണ്ടാകണേ.